അരിയുടെ താങ്ങുവില. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടെ അരിയുടെ താങ്ങുവില വർദ്ധിപ്പിച്ചു. കേരളം നൽകിക്കൊണ്ടിരുന്ന ബോണസ് കേന്ദ്രം എത്ര വർദ്ധിപ്പിച്ചോ അത്ര കണ്ട് വെട്ടിക്കുറച്ചു, പഴയ ലെവലിലേക്ക് തന്നെ താഴ്ത്തി. എന്തൊരു ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ഒന്ന് നോക്കാം നമുക്ക്. സ്വാമിനാഥൻ കമ്മീഷൻ അന്ന് 2006 കേന്ദ്രം ഭരിക്കുന്നത് UPA ഒന്നാം ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് താങ്ങുവില നിശ്ചയിക്കുന്നത്. അങ്ങനെ താങ്ങുവില 23 ഉൽപ്പന്നങ്ങൾക്ക്, കൊപ്രയ്ക്ക് 2 തരം താങ്ങുവിലയുണ്ട്, അതുകൊണ്ടാണ് 23. അതായത് നാളികേരമായിട്ട് എടുക്കുന്നതിനൊന്ന്, കൊപ്രയായിട്ട് എടുക്കുന്നതിനൊന്ന്, അങ്ങനെ 24 തരം താങ്ങുവിലയാണ് കേന്ദ്രം നിശ്ചയിച്ചത്. ആ 24 തരം താങ്ങുവിലയിൽ നമുക്ക് കൊപ്രയും അരിയും മാത്രമാണ് താങ്ങുവില കിട്ടുന്ന 2 ഉൽപ്പന്നങ്ങൾ. അത് രണ്ടും ഇപ്പോൾ ഒരു തരത്തിലും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്ത തരത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗവൺമെന്റ് ഓഫ് കേരള അത്ര രൂക്ഷമായ ഫിസ്ക്കൽ ക്രൈസിസിലാണ്. കർഷകനെന്നോ തെങ്ങ് കർഷകനെന്നോ ഒന്നുമുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ തന്നെ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് തമസ്കരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ താങ്ങുവില നിശ്ചയിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷവും താങ്ങുവില പുതുക്കി നിശ്ചയിക്കുന്നു. അത് ഉൽപ്പന്നത്തിന്റെ വിപണിയിലെ വിലയനുസരിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ ഉൽപാദക ഘടകങ്ങളുടെ കോസ്റ്റ് അനുസരിച്ച് ഒക്കെയാണ് വില കൂട്ടണോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വില കൂട്ടി ഓരോ വർഷവും നിശ്ചയിക്കുന്നു. അങ്ങനെ നിശ്ചയിക്കുന്ന തുകയിൽ ഒട്ടും കുറയ്ക്കാതെ ഓരോ സംസ്ഥാനവും കൊടുത്തിരിക്കണം. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ബോണസായിട്ട് ഇതോട് കൂട്ടിച്ചേർത്ത് സംഭരണ വില വർദ്ധിപ്പിച്ച് ഉയർന്ന സംഭരണ വില കർഷകർക്ക് കൊടുക്കാൻ കഴിയും. ആ ഓപ്ഷനും കേന്ദ്രം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് അരിയുടെ താങ്ങുവില. ഇപ്പോൾ നെല്ലിന്റെ കാര്യത്തിലാണെങ്കിൽ താങ്ങുവില ഒട്ടുമിക്ക വർഷങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കാറുണ്ട്. ഒന്നാമത് നെല്ല് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരം ആണ്. പിന്നെ രണ്ടാമത് ഏകദേശം കൃഷിയിലാണ്. ഇത് ഒന്നുകിൽ നെല്ലില് അല്ലെങ്കിൽ ഗോതമ്പ്, രണ്ടും താങ്ങുവിലയുള്ളതാണ്. നിലവിലിരിക്കുന്ന സംഭരണ വില 28 രൂപ 20 പൈസയാണ് അരിയുടേത്. അത് 35 രൂപയാക്കി ഉയർത്തണമെന്ന് കേരളത്തിലെ നെൽകർഷകർ 2023 മുതൽ മുറവിളി കൂട്ടുന്നതാണ്. പക്ഷേ ഗവൺമെന്റ് കേട്ട മട്ടുപോലും നടിക്കാറില്ല. അപ്പോൾ ഈ 28 രൂപ 20 പൈസയിൽ എങ്ങനെയാണ് കേന്ദ്രം എത്ര തരുന്നു, സംസ്ഥാനം എത്ര കൂടെ വെക്കുന്നു? 23 രൂപയാണ് കേന്ദ്രം നൽകുന്നത്, 5 രൂപ 20 പൈസയാണ് സംസ്ഥാനം നൽകുന്നത്. അങ്ങനെയാണ് 28 രൂപ 20 പൈസ ആയിട്ട് ഇത് മാറുന്നത്. 2024 ജൂണിൽ കേന്ദ്രം താങ്ങുവില 1 രൂപ 17 പൈസ കണ്ട് 2024 ജൂണിൽ, ഇക്കഴിഞ്ഞ ജൂണിൽ 1 രൂപ 17 പൈസ താങ്ങുവില ഓൾ ഇന്ത്യ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനം അപ്പോൾ 5.5 രൂപ 20 പൈസയാണ് താങ്ങുവില അവർ നൽകുന്നത്. അതിൽ നിന്ന് ആ 1 രൂപ 17 പൈസ പിൻവലിച്ചു. ഇവിടുത്തെ ഫിസ്ക്കൽ ക്രൈസിസ് ആണ് കാരണം. എന്തായാലും കർഷകരോടും അരി ആഹാരം കഴിക്കുന്നവരോടുമുള്ള ആ സ്നേഹം ഒന്ന് ആലോചിച്ചു നോക്കൂ. കേന്ദ്രം 1 രൂപ 17 പൈസ വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാനം കൊടുത്തിരുന്ന ബോണസ് 5 രൂപ 20 പൈസ, അതിൽ നിന്ന് 1 രൂപ 17 പൈസ വെട്ടിക്കുറച്ച് പഴയ താങ്ങുവില എന്ന് പറയുമ്പോൾ 28 രൂപ 20 പൈസ, ആ 28 രൂപ 20 പൈസയെ പുനഃസ്ഥാപിച്ചു. അതാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തത്. ഇപ്പോഴും അത് കാരണം കൊണ്ട് 28 രൂപ 20 പൈസ തന്നെയാണ് താങ്ങുവിലയായിട്ട് കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇടതുപക്ഷ മൂല്യങ്ങൾ എവിടെ കിടക്കുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇടതുപക്ഷ മൂല്യങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ സാമ്രാജ്യത്വ ശക്തികളെക്കാളും ഈ പറയപ്പെട്ട ക്രോണി ക്യാപിറ്റലിസ്റ്റുകളെക്കാളും വളരെ മോശമായ ഐഡിയോളജിയിലേക്ക് അവർ കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താണ് വേണ്ടത്? 2021-22 ശേഷം സംഭരണ വിലയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. 21-22 സംഭരണ വില 28 രൂപയായിരുന്നു. കേന്ദ്രം 19 രൂപ 40 പൈസ, സംസ്ഥാനം 8 രൂപ 60 പൈസ. അങ്ങനെ 28 രൂപയിൽ നിന്നു. ഈ 2023 ആയപ്പോൾ കേന്ദ്രം 19 രൂപ 40 പൈസയിൽ നിന്ന് 20 രൂപ 40 പൈസയായി വർദ്ധിപ്പിച്ചു. അതായത് 1 രൂപ വർദ്ധിപ്പിച്ചു. 19.40 ആയിരുന്നത്
20 രൂപ 40 പൈസയായിട്ട് വർദ്ധിപ്പിച്ചു. സംസ്ഥാനം അപ്പോൾ 20 പൈസയാണ് വർദ്ധിപ്പിച്ചത്. അങ്ങനെ വന്നപ്പോൾ എത്രയായി? 28 രൂപയായി തീർന്നു. ഓക്കെ, 28 രൂപ 60 പൈസയായി തീർന്നു. ആ 28 രൂപ 60 പൈസയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് 2023 ശേഷം കേന്ദ്രം 2 തവണ താങ്ങുവില വർദ്ധിപ്പിച്ചു. ആ 2 തവണ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോഴും ആ വർദ്ധിപ്പിച്ച അത്രയും തുക സംസ്ഥാനം നൽകിയിരുന്ന ബോണസിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ താങ്ങുവില ആ പഴയ സ്ഥിതിയിൽ തന്നെ 28 രൂപ 60 പൈസയായിട്ട് നിലകൊള്ളുന്നു. അതാണ് ഇതുവരെ ഉള്ളത്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നമ്മുടെ സജി ചെറിയാൻ മന്ത്രി കുട്ടനാട്ടിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കേരളത്തിൽ നെൽകൃഷി ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം, ഇഷ്ടം പോലെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നെല്ലും അരിയും കിട്ടില്ലേന്ന്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലേക്ക് കയറ്റി അയക്കാനുള്ളത് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ പെസ്റ്റിസൈഡ്സ് വാരി അടിച്ചാണ് കർണാടകവും തമിഴ്നാടും അതുപോലെ ആന്ധ്രയും ഒക്കെ നെൽകൃഷി നടത്തുന്നത്. അരിയും മാത്രമല്ല, പച്ചക്കറികളും ഒക്കെ നമ്മുടെ മീഡിയകളൊക്കെ അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് പച്ചക്കറിയാണെങ്കിലും കുറച്ച് അരിയാണെങ്കിലും അത് നോക്കണേ. 1975 8,70,75,000 ഹെക്ടർ സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്തിരുന്ന കേരളമാണ് 1,70,70,000 ഹെക്ടറിലേക്ക് താണത്. അതിനുശേഷം കുടുംബശ്രീക്കാര് പാട്ടകൃഷി തുടങ്ങിയപ്പോഴാണ് അത് 2,00,000 ഹെക്ടറിനടുത്തെത്തി ഇപ്പൊ നിൽക്കുന്നുണ്ട്. സജി ചെറിയാൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ ഓർമ്മയിലിരുന്നത്. അപ്പോൾ ഈ സജി ചെറിയാനെ ഒക്കെ നമ്മൾ ഓർത്താല് നമ്മൾ വിഷം തിന്ന് മരിച്ചോട്ടെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എന്നാ ഇവരൊക്കെ ഓർമ്മിക്കുന്നത്. അതേ സമയത്ത് ഈ താങ്ങുവില ഇത്തിരി വർദ്ധിപ്പിച്ച് 35 രൂപ വേണമെന്ന് കർഷകർ പറയുന്നത് അത്യാവശ്യം ശരിയാണത്. കാരണം നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇല്ലാതെ ഇപ്പൊ കൃഷി പറ്റില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ വില എത്ര കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാമോ? പൊട്ടാസ്യം ആണെങ്കിൽ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. നൈട്രജൻ ആണെങ്കിലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. FSCT നൈട്രജൻ ഇല്ല, അമോണിയ ഉണ്ടായിരുന്നു. പക്ഷേ നൈട്രജൻ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് നെല്ലിന് എത്ര ഉപയോഗിക്കുന്നുണ്ട് അമോണിയ എന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് ഈ പറയപ്പെട്ട ഫെർട്ടിലൈസേഴ്സ് അതുപോലെ കൂലി, നമുക്കറിയാം കേരളത്തിലെ കൂലി എത്രയാണെന്ന്. അപ്പൊ ഈ ഉൽപാദന ചെലവിന് അനുസരിച്ച് വില കിട്ടിയാലല്ലേ നെൽകർഷകർ നെല്ല് കൃഷി ചെയ്യുള്ളൂ. അങ്ങനെ അവർക്ക് കൊടുത്ത് അവരെ തൃപ്തരാക്കി കൊണ്ടുപോകണമെന്ന് വിചാരിക്കാതെ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ്. അതുകൊണ്ടാണ് കേരളത്തിലെ നെല്ല് ആ ഉൽപാദനം 13 ലക്ഷം ടണ്ണിൽ നിന്ന് 5 ലക്ഷത്തിൽ താഴെ ടണ്ണായിട്ട് കുറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ള നെല്ലിന്റെ 45% ഉൽപ്പാദിപ്പിച്ചെടുത്തു നിന്ന് 15% കൂപ്പ് കുത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ഉള്ള കൃഷി കൂടെ നിന്ന് പോയിക്കൊള്ളട്ടെ എന്ന രീതിയിലാണ് സജി ചെറിയാനെ പോലെയുള്ളവര് സംസാരിച്ചത്. അത് അങ്ങനെയുള്ള നമ്മൾ എന്തൊരു ദൗർഭാഗ്യവാന്മാരും നിർഭാഗ്യപതികളുമാണെന്നറിയാമോ? ഇതുപോലുള്ള മന്ത്രിമാരും പരിവാരങ്ങളും ഒക്കെ ഭരിക്കാൻ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ താങ്ങുവിലയിലെ ഈ കളി കളിക്കുന്നത്. ഇനി താങ്ങുവില അങ്ങനെ നിൽക്കട്ടെ, ഈ താങ്ങുവില നേരെ കർഷകർക്ക് കിട്ടുന്നുണ്ടോ? പാഡി റെസീറ്റ് ഷീറ്റ് എന്നും പറഞ്ഞ് അവരെ അപമാനിക്കുകയല്ലേ. കഷ്ടപ്പെട്ട് കൃഷി ഇറക്കി കടം വാങ്ങി കൃഷി ചെയ്യുന്ന കർഷകർ നെല്ലളക്കുമ്പോൾ അതിന്റെ വില നേരെ കൊടുക്കാതെ പാഡി റെസീറ്റ് ഷീറ്റ് കൊടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തകഴിയില് ആത്മഹത്യ ചെയ്ത ആ പാവപ്പെട്ട കർഷകനെ ഓർക്കുന്നുണ്ട്. അതുപോലെ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു, എത്രയോ പേര് ആത്മഹത്യ ചെയ്യാതെ തന്നെ ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്നു ഈ കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാരണം. ഇതൊക്കെയുള്ള ഒരു കേരളത്തിലാണ് ഈ താങ്ങുവില വർദ്ധിപ്പിക്കാതെ ഈ തരത്തിൽ കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ട് എന്ത് വേണം? നമുക്ക് വേണ്ടത് നമുക്കൊരു അതായത് ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ ഉള്ള കേരളമാണ്. പക്ഷേ കുറച്ച് മില്ലറ്റ്സ്, അതായത് ഈ താങ്ങുവിലയിൽ 23 ഉൽപ്പന്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് തന്നെ താങ്ങുവില കിട്ടുന്ന മറ്റു ചില ഉൽപ്പന്നങ്ങൾ കൂടി ഏർപ്പെടുത്താനായിട്ടുള്ള സമ്മർദ്ദം കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ തലത്തിലും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായതിനു ശേഷവും നമുക്ക് കേരളത്തിന് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ധനമന്ത്രിമാരോട് ആവശ്യപ്പെടുന്ന ഒരു കാർഷിക ബജറ്റ് കേരളത്തിന് അനിവാര്യമാണെന്ന്. നമ്മുടെ തോട്ടം മേഖല പ്രതിസന്ധിയിലാകുന്നു എല്ലാ സാഹചര്യങ്ങളിലും, മറ്റ് ക്രോപ്സിന്റെ എല്ലാം. അതുപോലെ ഈ ക്രോപ്സിനോടെല്ലാം ഇതൊക്കെ വാല്യൂ അഡീഷൻ വഴിയായിട്ട് കേരളത്തെ ഒരു വ്യവസായ ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന ക്രോപ്സാണ് നമുക്കിവിടെയുള്ള മുഴുവൻ ക്രോപ്സും. അപ്പൊ അതിനേക്കൊക്കെ വേണ്ടിയിട്ട് കേരളത്തിന് ഒരു കാർഷിക ബജറ്റ് വന്നാൽ തീർച്ചയായിട്ടും കേരളം ഇന്നുള്ള നിലയിൽ നിന്ന് മെച്ചപ്പെടും. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് കഴിയുമ്പോഴേ
കേരളം വിട്ടോടുന്ന ആ രീതിക്കും വലിയ മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് ഒരു കാർഷിക ബജറ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകളുടെ വാല്യൂ അഡീഷന് ആവശ്യമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ക്യാമ്പസുകളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ പൊതുസമൂഹം അതിനെ അംഗീകരിച്ച് അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ സംജാതമാകുകയും ചെയ്യണം.